ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 തിങ്കളാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റുകളിലേക്ക്. S&P 500 5000-ന് മുകളിലായി ആദ്യമായി ക്ലോസ് ചെയ്തു. തുടർച്ചയായ 5ാമത്തെ ആഴ്ചയും US മാർക്കറ്റുകൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.18 എന്ന നിലയിലാണ്. ഓയിൽ പ്രൈസുകൾ $81 എത്തി. ഇന്ന് നിഫ്റ്റിയിൽ എന്തായാലും ഒരു പോസിറ്റീവ് ഓപ്പൺ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നത് തന്നെയാണ് വീണ്ടും നമ്മൾ ഉറ്റുനോക്കുന്നത്. ഒത്തിരിയേറെ മാർക്കറ്റ് വാർത്തകളിലേക്ക് പോകാനുണ്ട്. എങ്കിൽ ആദ്യം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം കാലാവസ്ഥ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS ഫെബ്രുവരി 17 വൈകുന്നേരം 5:30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിക്കും. കാലാവസ്ഥാ നിരീക്ഷണങ്ങളും പ്രവചനങ്ങളും ശക്തിപ്പെടുത്താനും ദുരന്ത മുന്നറിയിപ്പ് നൽകാനും ഇൻസാറ്റ് 3DS സജ്ജമാണ്. ഇതുകൂടാതെ ഭൂമിയുടെ ഉപരിതലം നിരീക്ഷിക്കുക, സമുദ്ര നിരീക്ഷണം നടത്തുക, 6 ചാനൽ ഇമേജുകൾ, 19 ചാനൽ സൗണ്ടർ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വഴി കാലാവസ്ഥാ വിവരങ്ങൾ നൽകാൻ ഈ ഇൻസാറ്റ് 3DSന് കഴിയും എന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. കൂടാതെ ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള സ്പേസ് ആൻഡ് ടെക്നോളജി സെഗ്മെൻറ്റിലുള്ള കമ്പനികൾക്കാണ്. അതിൽ കുറച്ച് പേരുകൾ മാത്രമൊന്ന് നമുക്ക് നോക്കാം. ഇത് റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യം തന്നെ പറയുന്നു. ലാർസൺ ആൻഡ് ടുബ്രോ, അതുപോലെ ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, അവൻടെൽ ലിമിറ്റഡ് എന്നീ കമ്പനികൾക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മെട്രോളജി സെഗ്മെൻറ്റിലുള്ള കമ്പനികൾക്കും ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തയിലേക്ക് വരാം. ഇൻഷുറൻസ് സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ്. മണി കൺട്രോളിൽ വന്ന വാർത്ത ഇപ്രകാരമാണ്. 2023 ഏപ്രിൽ 1 മുൻപുള്ള കാലയളവിൽ ഉയർന്ന കമ്മീഷനുകളും ക്ലെയിം കിഴിവുകളും നൽകിയ ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനികൾക്ക് മാർച്ച് അവസാനത്തോടെ ആദായനികുതി വകുപ്പ് 25,000 കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് അയക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഇൻഷുറൻസ് കമ്പനികളുടെ വെട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇൻഷുറൻസ് മേഖലയിലെ സുതാര്യത ഉറപ്പുവരുത്താൻ ഏജന്റുമാർക്ക് നൽകുന്ന കമ്മീഷനുകളുടെ പരിധി 2023 ഏപ്രിൽ 1 മുതൽ IRDAI എടുത്തുകളഞ്ഞു. ഒരു സേവനവും നൽകാതെ അധിക കമ്മീഷൻ നൽകുകയും കിഴിവുകൾ ക്ലെയിം ചെയ്യുകയും ചെയ്യുന്നതായി ആദായ നികുതി വകുപ്പ് അവകാശപ്പെട്ടു. പണമടച്ചത് യഥാർത്ഥ ചെലവല്ലെങ്കിൽ അത് കിഴിവിൻ്റെ പരിധിയിൽ വരില്ല. അതുകൊണ്ട് തന്നെ അവർ പെനാൽറ്റി അടയ്ക്കേണ്ടിയും വരും എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. എന്തായാലും വലിയൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഏതൊക്കെ കമ്പനികളാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. മറ്റൊരു വാർത്തയിലേക്ക്. വിവിധ പദ്ധതികൾക്കായുള്ള ഫണ്ട് സുഗമമാക്കിക്കൊണ്ട് പുതിയ അക്കൗണ്ടിംഗ് സംവിധാനത്തിലൂടെ സർക്കാർ 20,000 കോടി രൂപ ലാഭിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ബജറ്റ് അവതരണം ഫെബ്രുവരി 1 നീട്ടുക, ക്യാപിറ്റൽ, റവന്യൂ എന്നിവയ്ക്കുള്ള ചെലവ് ക്ലാസിഫൈ ചെയ്യുക, ട്രഷറി സിംഗിൾ അക്കൗണ്ട്, ഡബിൾ നോഡൽ അക്കൗണ്ട് തുടങ്ങിയ സംവിധാനങ്ങൾ നടപ്പിലാക്കുക എന്നിവ പരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തുന്നു. എന്നിവയിലൂടെയാണ് 20,000 കോടി രൂപ ലാഭിച്ചതായി ധനമന്ത്രി പറയുകയുണ്ടായത്. കൂടാതെ ഈ പരിഷ്കരണങ്ങൾ സുതാര്യത വർദ്ധിപ്പിക്കുകയും ഫണ്ട് വിഹിതം കാര്യക്ഷമമാക്കുകയും നിഷ്ക്രിയ ഫണ്ടുകൾ തടയുകയും ചെയ്തതായി പറയുന്നു. വളരെ പോസിറ്റീവായി എടുക്കാൻ കഴിയുന്ന ഒരു വാർത്തയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഇസ്രയേൽ ആസ്ഥാനമായുള്ള ചിപ്പ് നിർമ്മാണ കമ്പനിയായ ടവർ സെമി കണ്ടക്ടർ ഇന്ത്യയിൽ ഏകദേശം $8 ബില്യൺ ചിപ്പ് ഫാബ്രിക്കേഷൻ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നിർദ്ദേശം സമർപ്പിച്ചു. ഇന്ത്യയുടെ $10 ബില്യൺ ചിപ്പ് നിർമ്മാണ പദ്ധതിയിൽ ചേരുന്ന ആദ്യത്തെ സെമി കണ്ടക്ടർ കമ്പനിയാണ് ഇത്. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ സെക്ടറിനെ സംബന്ധിച്ച് വളരെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പ്രധാനപ്പെട്ട ഇവൻസിലേക്ക്. കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുൻപുള്ള ആഴ്ചയും വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ് കടന്നുപോയത്. കാരണം ഒത്തിരിയേറെ വലിയ ഇവൻസ് ആയിരുന്നു വന്നുപോയത്. എന്തായാലും അത്രത്തോളം വലിയ ഇവൻസ് ഇനി വരുന്ന ആഴ്ചകളിലില്ല. അടുത്തതായി റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളിലേക്കാണ്. തിങ്കളാഴ്ച ഫെബ്രുവരി 12 റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനി ഭാരത് ഫോർജാണ്. അതിനുശേഷം സി മീഡിയ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ റിസൾട്ട് ഉണ്ട്. യൂണിടെക് റിസൾട്ട് വരുന്നുണ്ട്. ഗ്ലാക്സോ സ്മിത്ത് ഫാർമ കമ്പനിയുടെ റിസൾട്ട് ഉണ്ട്. ചൊവ്വാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ BHEL, DFL, ഐഷർ മോട്ടോഴ്സ്, ജെനിസിസ്, ഹിൻഡാൽകോ, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഓയിൽ, സെൻകോ ഗോൾഡ് എന്നിവയാണ്. ബുധനാഴ്ച ക്രോംപ്ടൺ ഗ്രീവ്സ്, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ കമ്പനികൾ. വെള്ളിയാഴ്ച ക്രിസിൽ എന്ന കമ്പനിയുടെ റിസൾട്ടും വരുന്നുണ്ട്. അടുത്തത് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്കാണ്. ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ തിങ്കളാഴ്ചയാണ് വരുന്നത്. ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റും തിങ്കളാഴ്ചയാണ്. ഇന്ത്യ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റയും ആ ദിവസം തന്നെയാണ്. ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ UK അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വരുന്നുണ്ട്. US കോർ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത് ഡാറ്റ വരുന്നുണ്ട്.
ബുധനാഴ്ച ഇന്ത്യ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ചേഞ്ച് ഡാറ്റ വരുന്നുണ്ട്. ഇന്ത്യ WPI മാനുഫാക്ചറിംഗ് ഡാറ്റ, UK ഇൻഫ്ലേഷൻ റേറ്റ്, യൂറോ ഏരിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ എന്നിവ ബുധനാഴ്ച വരുന്നുണ്ട്. വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ UK ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത് ഡാറ്റ, UK മന്ത്ലി GDP ഡാറ്റ വരുന്നുണ്ട്. US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, US ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇന്ത്യ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റയും അന്നേ ദിവസം തന്നെയാണ്. വെള്ളിയാഴ്ച ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. അടുത്തത് നിഫ്റ്റിയിലേക്കാണ്. നിഫ്റ്റി 2 ദിവസത്തെ ഇടിവിന് ശേഷം 21,782-ൽ 64 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഒരു വൊളറ്റൈൽ സെഷൻ തന്നെയായിരുന്നു കണ്ടത്. നിഫ്റ്റി 21,629 എന്ന ലോ കൂടി ടച്ച് ചെയ്തിരുന്നു. 20 DMA ഉള്ള 21,690 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റീവ് തന്നെയാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ക്രൂഷ്യലായിട്ടുള്ള ഒരു സോൺ എന്ന് പറയുന്നത് 21,800, 21,850 ലെവലാണ്. അത് സസ്റ്റെയിൻ ചെയ്ത് അതിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നിഫ്റ്റി 22,000 എന്ന ലെവലിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഓവറോളുള്ള ട്രെൻഡ് ഇപ്പോഴും വീക്കാണെന്നൊന്നും പറയാൻ കഴിയില്ല. ചെറിയൊരു പോസിറ്റിവിറ്റിയൊക്കെ ഇപ്പോഴുമുണ്ട്. പക്ഷേ 21,690 എന്ന 20 DMAക്ക് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ 21,500-ലേക്കൊക്കെ നിഫ്റ്റി പോകാൻ സാധ്യതയുണ്ട്. ഇനി അപ്സൈഡിലേക്ക് വന്നാൽ 21,900 മുതൽ 22,130 വരെയുള്ളത് ലെവൽ ബുൾസിനെ സംബന്ധിച്ച് ഒരു വലിയ ഹർഡിൽ തന്നെയാണ്. ആ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അപ്സൈഡിലേക്ക് പുതിയ വാതിൽ തുറക്കുകയുള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിലേക്ക് വലിയ റാലിയിലേക്ക് പോകണമെങ്കിൽ 22,130 എന്ന റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യണം. ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ 21,500 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ആ ഒരു ട്രെൻഡ് മാറി എന്ന് നമുക്ക് വിലയിരുത്താം. എന്തായാലും നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു റേഞ്ച് 21,600 മുതൽ 22,050 വരെയുള്ള ഒരു സോണാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 22,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,500-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,000-ലും അതിനുശേഷം 20,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 22,000-ഉം സപ്പോർട്ടിന് സാധ്യതയുള്ളത് 21,500-ഉമാണ്. ഡെയിലി ക്യാൻഡിൽ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക്. കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 21,800 സ്ട്രൈക്കിൽ ATM സ്ട്രൈക്കിൽ 6% വർധനമാണ് കാണുന്നത്. പുട്ട് സൈഡിൽ അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 37% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 21,750 സ്ട്രൈക്കിൽ 107% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 95% വർധനവ് കോൾ സൈഡിലും കാണാം. ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലും ഉള്ളത്. 21,850 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 21% വർധനവുണ്ട്. കോൾ സൈഡിലേക്ക് വന്നാൽ 45% വർധനവാണ്. രണ്ട് സൈഡിലും ബിൽഡപ്പ് തന്നെയാണ്. പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പും കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പുമാണ് ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 45,635-ൽ 1.4% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയത്. ബാങ്ക് നിഫ്റ്റിയുടെ 200 ഡേ EMA ഉള്ള 44,675 ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ. ബാങ്ക് നിഫ്റ്റിയുടെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 46,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000-ലും അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 45,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 45,500-ലും അതിനുശേഷം വരുന്ന സ്ട്രൈക്ക് 44,500-മാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 46,000-ആണ് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 45,000-വുമാണ്. ഇന്ത്യ വിക്സിലേക്ക് 15.45 എന്ന നിലയിൽ 2.40% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം Q3 റിസൾട്ടുകൾ. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ONGC നെറ്റ് പ്രോഫിറ്റിൽ 13.7% ഇടിവാണ് കാണുന്നത്. 9,536 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും ഒരു ഇടിവ് തന്നെയാണ് കാണുന്നത്. 9.8% ഇടിവാണ് റവന്യൂവിലുള്ളത്. 34,789 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ഓറോബിൻ്റെ ഫാർമയാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള Q3-യിൽ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് 936 കോടി രൂപയിലാണ്. അതായത് 90.6% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 14.7% ഇയർ ഓൺ ഇയറിൽ വർധനവുണ്ടായി. 7,352 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്.
മറ്റൊരു കമ്പനി ഡിവിസ് ലാബാണ്. നെറ്റ് പ്രോഫിറ്റായി കമ്പനി രേഖപ്പെടുത്തിയത് 358 കോടി രൂപയാണ്. അതായത് 17% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 8.6% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 1855 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയാണ്. നെറ്റ് ലോസായി കമ്പനി രേഖപ്പെടുത്തിയത് 5.35 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 38.79 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 33.4% വർധനവ് വന്നിട്ടുണ്ട്. 191.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്ന് ഒരു IPO കൂടി മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പജയ് സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ് എന്ന കമ്പനിയാണ് ഇന്ന് ലിസ്റ്റ് ചെയ്യുന്നത്. ഫൈനൽ പ്രൈസായി ഫിക്സ് ചെയ്തിരിക്കുന്നത് 155 റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി രാവിലെ 7:30 നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ ഉണ്ടായിരിക്കുക. അതിനുശേഷം രാവിലെ 11:30 മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവും ഉണ്ടായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കുക. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് ഉള്ള ഒരു സെഷൻ തന്നെയാണ്. കൂടാതെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&A സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. F&A സെഗ്മെൻറ്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ് ആദ്യം. ടാറ്റ മോട്ടോഴ്സ് 930 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 926.8 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 910 ആയിരുന്നു. ടാർഗറ്റ് നമുക്ക് വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത F&A സ്റ്റോക്ക് ഇൻഡിഗോ ആയിരുന്നു. 3100 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 3040 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 3000 ആയിരുന്നു. 3000 നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് MCX ആയിരുന്നു. 4000 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 3872 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 3800 ആയിരുന്നു. ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. അടുത്തതായി സ്വിംഗ് സെഗ്മെൻറ്റിലേക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് സൊമാറ്റോ ആയിരുന്നു. 145 എൻട്രി എടുക്കുന്നത്. 151 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 4% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് TTML ആയിരുന്നു. 101.7 എന്ന നിലയിൽ എൻട്രി എടുത്തു. 107 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 5.5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി മാത്രം ലഭിച്ചു. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസും നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ആദ്യം FIA-DA ആക്ടിവിറ്റിയാണ്. FIS 141 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച ബൈ ചെയ്ത്. DIs ആവട്ടെ 421 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. FISന്റെ ആ വലിയ സെല്ലിങ്ങിൽ നിന്ന് ഒരു മാറ്റം ഇപ്പോൾ കാണുന്നുണ്ട് എന്നാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഡാറ്റ നമുക്ക് കാണിച്ചു തരുന്നത്. US മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച നാസ്ഡാക്ക് 1.20% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. S&P 500 0.48% ഉയർന്നു. ഡൗ ജോൺസ് 0.23% നഷ്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. S&P 500 ഇത് ആദ്യമായി 5000 മുകളിലായി ക്ലോസ് ചെയ്തു. മറ്റൊരു കാര്യം കൂടിയുള്ളത് S&P 500 കമ്പനികളുടെ Q4 റിസൾട്ടിൽ 2/3 കമ്പനികളുടെ ഫലങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. LSEG ഡാറ്റ കാണിച്ചു തരുന്നത് 81% കമ്പനികളും എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയാണ് കൊണ്ടുവന്നത്. ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 76% കമ്പനികൾ മാത്രമാണ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ കൊണ്ടുവന്നത്. എന്തായാലും നല്ല റിസൾട്ടുകൾ തന്നെയായിരുന്നു ഇപ്പോൾ പുറത്തു വന്നത്. കഴിഞ്ഞ ആഴ്ച 3 ഇൻഡെക്സുകളും തുടർച്ചയായി 5ാമത്തെ ആഴ്ചയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എക്കണോമിക് ഡാറ്റയിലേക്ക് പോയാൽ US മന്ത്ലി കൺസ്യൂമർ പ്രൈസസ് ഡിസംബറിൽ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ കുറവായിട്ടാണ് ഡാറ്റ പുറത്തു വന്നത്. കൂടാതെ കഴിഞ്ഞ ആഴ്ച ഫെഡറൽ പോളിസി മേക്കേഴ്സിന്റെ സ്പീച്ചും ഉണ്ടായിരുന്നു. എല്ലാം ഹോക്കിഷ് കമൻസ് തന്നെയായിരുന്നു. മാർച്ചിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇനി US നേട്ടമുണ്ടാക്കിയ കുറച്ച് കമ്പനികൾ കൂടി നോക്കാം. വെള്ളിയാഴ്ച Nvidia ഏകദേശം 3.5% മുകളിൽ ഉയർന്നു. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ എന്നിവയും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 2.54% ഉയർന്നു. HDFC ബാങ്ക് 0.22% നേട്ടത്തിലും ആക്സിസ് ബാങ്ക് 1.11% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ടെക് സൈഡിൽ ഇൻഫോസിസ് 0.40% ഇടിഞ്ഞു. വിപ്രോ 0.09% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 1.13% ഉയർന്നു. മേക്ക് മൈ ട്രിപ്പ് 3% മുകളിൽ നേട്ടമുണ്ടാക്കിയും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. ഡൗ ജോൺസ് 0.01% നേട്ടത്തിലും S&P 500 0.02% ഇടിവിലും നാസ്ഡാക്ക് 0.05% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ആദ്യം വരാം. UK മാർക്കറ്റ് FTSE 0.30% ഇടിവിലാണ് ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.24% ഇടിവിലും. ജർമ്മൻ മാർക്കറ്റ്
ഡാക്സ് 0.22% ഇടിവിലും ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് 600 0.08% ഇടിഞ്ഞത്. ടെക് സ്റ്റോക്കുകൾ 1.2% നേട്ടം അവിടെ ഉണ്ടാക്കിയപ്പോൾ ഫുഡ് ആൻഡ് ബിവറേജ് സെഗ്മെന്റ് 1.5% മുകളിൽ ഇടിവും അവിടെ രേഖപ്പെടുത്തി. റിസൾട്ടുകൾക്ക് ശേഷം ലോറിയൽ 7.3% ഇടിവ് അവിടെ രേഖപ്പെടുത്തി. ജർമ്മൻ പണപ്പെരുപ്പം ജനുവരിയിൽ 3.1% കുറഞ്ഞു. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ഉയർച്ചയുടെ പാതയിലാണ് എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ നിന്നുള്ള ഡാറ്റ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.06% നേട്ടത്തിലും, CAC 0.32% നേട്ടത്തിലും, FTSE 0.12% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. മിക്ക ഏഷ്യൻ മാർക്കറ്റുകളും ലൂണാർ ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി ക്ലോസ്ഡ് ആണ്. ചൈന, സൗത്ത് കൊറിയ, തായ്വാൻ മാർക്കറ്റുകൾ ഇന്ന് ഓപ്പൺ അല്ല. ഹോങ്കോങ്, സിംഗപ്പൂർ മാർക്കറ്റുകൾ ഹാഫ് ഡേ മാത്രമാണ് ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് നിക്കി മാർക്കറ്റ് 34 വർഷത്തിന് ശേഷം ആദ്യമായി 37,000 എന്ന മാർക്ക് വെള്ളിയാഴ്ച പിന്നിട്ടിരുന്നു. ഇനിയിപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 21,946 എന്ന നിലയിലാണ്. അതായത് നിഫ്റ്റിയിൽ ഇന്നൊരു 100 മുതൽ 110 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഓയിൽ പ്രൈസുകളിലേക്ക്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രതീക്ഷകൾ മങ്ങിയതോടെ എണ്ണവില വീണ്ടും കഴിഞ്ഞ ആഴ്ച ഉയരുകയുണ്ടായി. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $81.77 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.24% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് $76.38 പെർ ബാരൽ എന്ന നിലയിൽ 0.60% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഒരിക്കലും ഈ പറഞ്ഞതൊന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.